കാസർഗോഡ് BLOയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൊഗ്രാൽ പുത്തൂർ സ്വദേശിയും ചർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായ സവാദാണ് മരിച്ചത്. സവാദിന്റെ മരണത്തെ പ്രതിഷേധിച്ച് ബന്ധുക്കളും കുടുംബാംഗങ്ങളും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. അതേസമയം സവാദിന്റെ ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ചിന്തിക്കേണ്ടി വരുന്നു, കടുത്ത മാനസിക സമ്മർദ്ദമുണ്ട് എന്നായിരുന്നു ആത്മഹത്യാക്കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത്. KV ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്. ബൈജു, നമുക്കറിയാം ഈ സാധാരണ ഈ BLOമാർക്ക് വലിയ ജോലിഭാരവും മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ നേരത്തെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയെങ്കിലും ജോലി സമ്മർദ്ദം എന്തെങ്കിലും ആണോ ഈ സവാദിൻ്റെ ആത്മഹത്യക്ക് കാരണം, അതോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങളാണോ? ടോമേ, ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പിന് നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ജീവനൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംശയം സ്വാഭാവികമായും ഉയർന്നു വരും. പക്ഷേ ഇതിലൊരു അന്വേഷണം വേണ്ടിവരും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കൃത്യമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇത് ഈ ജോലി സമ്മർദ്ദം, അമിത ജോലിഭാരം, അത്തരത്തിലുള്ള ഒരു പ്രശ്നം കൊണ്ടാണോ ഇദ്ദേഹം മുഹമ്മദ് സവാദ് എന്ന് പറയുന്ന ഇയാൾ ജീവനൊടുക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരൂ. ഏതായാലും നാട്ടുകാരും സുഹൃത്തുക്കളും വലിയ തോതിൽ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇവർ പറയുന്നത് പ്രധാനമായും ഇത്തരത്തിൽ വലിയ ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു, തങ്ങളോടൊക്കെ പങ്കുവച്ചിരുന്നു ആ കാര്യമെന്നാണ്. പക്ഷെ ആത്മഹത്യാക്കുറിപ്പിൽ അങ്ങനെ വ്യക്തമായി ഈ ജോലി സമ്മർദ്ദമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് പറയുന്നില്ല. പക്ഷെ അതിൽ പറയുന്ന ചില വാചകങ്ങൾ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിൽ ചിന്തിക്കേണ്ടി വരുന്നു, അതോടൊപ്പം കടുത്ത മാനസിക സമ്മർദ്ദം ഉണ്ടെന്നൊക്കെയുണ്ട്. അതുകൂടാതെ ഒരു പിതാവും അതുപോലെ തന്നെ മാതാവും 2 സഹോദരങ്ങളാണുള്ളത്, അവരെ നന്നായി നോക്കണം തുടങ്ങിയ കുറെ കാര്യങ്ങൾ ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ അതിലെവിടെയും ജോലി സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിൽ ഒരു ആത്മഹത്യ, അതല്ലെങ്കിൽ ഈ മറ്റ് വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് കൃത്യമായി ആ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നില്ല. അപ്പോൾ എന്തിനാണ് മുഹമ്മദ് സവാദ് എന്ന് പറയുന്ന അധ്യാപകൻ ജീവനൊടുക്കുക എന്ന ചോദ്യമാണ് വരുന്നത്. ഈ ഉത്തരം കണ്ടെത്താനുള്ള പോലീസ് അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയാണ് ഇദ്ദേഹത്തിന്റെ പുതിയൊരു വീട് പണിയുന്നത്. ആ വീട്ടിലേക്ക് സ്കൂട്ടർ എടുത്ത് ആ വീട്ടിലേക്ക് പോകുന്നെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷെ പിന്നീട് തിരിച്ചു വരാത്തതിനെ തുടർന്ന് നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും നടത്തിയ തെരച്ചിലാണ് മൊഗ്രാൽ പുഴയിൽ ഇങ്ങനെ അവശനായ നിലയിൽ ഇദ്ദേഹത്തെ കാണുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷെ അവിടെ ജീവൻ രക്ഷിക്കാനായില്ല, അദ്ദേഹം മരണപ്പെടുന്ന സാഹചര്യമാണത്. പിന്നീട് വലിയ തോതിൽ അവിടെ സംഘർഷമുണ്ടായി. ജില്ലാ കളക്ടർ സംഭവ സ്ഥലത്തെത്തണം, ഇതിൽ കൃത്യമായ ഉത്തരം നൽകണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. അങ്ങനെ RDO എത്തി ഇവരോട് സംസാരിച്ചു. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി കാരണം കണ്ടെത്തുന്ന ഉറപ്പ് നൽകിയതിനു ശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് നടപടികൾക്കും മറ്റുമായി പുറത്തേക്ക് കൊണ്ടുപോയത്. ഏതായാലും ജില്ലാ കളക്ടറുടെ ഒരു വാർത്താക്കുറിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥൻ മികച്ച ഉദ്യോഗസ്ഥനായിരുന്നുവെന്ന് തഹസിൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അർഹമായ ആനുകൂല്യം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ അന്വേഷണം നടത്തും. അന്വേഷണം നടത്തി കൃത്യമായ കാരണം കണ്ടെത്തുമെന്നും ജില്ലാ കളക്ടർ പറയുന്നുണ്ട്. പ്രാഥമികമായി ജില്ലാ കളക്ടറുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തിപരമായ ചില കാരണങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ട് എന്നൊരു സൂചന നൽകുന്നു. പക്ഷേ അത് ഇപ്പോൾ സ്ഥിരീകരിക്കാനായിട്ടില്ല. ഈ ജോലി സമ്മർദ്ദമുണ്ടെന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആരോപിക്കുന്ന സാഹചര്യത്തിൽ പ്രശ്നം ഗുരുതരമാണ്, ഗൗരവമാണ്. അതുകൊണ്ട് തന്നെ വിശദമായ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പും അതോടൊപ്പം കുടുംബങ്ങളെയും മൊഴി രേഖപ്പെടുത്തും. പക്ഷേ അതിനെല്ലാം ഈ മൃതദേഹ സംസ്കാരം ഒക്കെ കഴിഞ്ഞായിരിക്കും പോലീസ് അത്തരം നടപടികളിൽ കടക്കുക. കുമ്പള പോലീസാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുക. ഏതായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അതിന് നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ ജീവനൊടുക്കിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരത്തിലുള്ള സംശയം ഉയരും. പ്രത്യേകിച്ച് ഇന്ന് പ്രധാനപ്പെട്ട ചില ഈ വികലാംഗരുടെയും അതുപോലെ തന്നെ വയോജനങ്ങളുടെയും ഒക്കെ ഫോറം പൂരിപ്പിക്കേണ്ട അവസാന തീയതിയാണ്. അത്തരത്തിൽ ജോലി ഭാരം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. പക്ഷെ അത് തന്നെയാണോ ഈ ഒരു ജീവനെടുക്കാൻ കാരണം? ഒരു തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെട്ട സമയത്ത് അങ്ങനെ ഒരു ജീവനെടുക്കാൻ കാരണമെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ ബന്ധുക്കളോടോ പ്രിയപ്പെട്ടവരോടോ ഇതുമായി ബന്ധപ്പെട്ട് ജോലി സമ്മർദ്ദത്തെക്കുറിച്ച് ഈ സവാദ് പറഞ്ഞിരുന്നോ? മാത്രമല്ല, ഇപ്പോൾ ഈ കുടുംബത്തിന്റെ നിലപാട് എന്താണ്? വലിയ പ്രതിഷേധം ആശുപത്രിക്ക് മുന്നിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ? പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? തീർച്ചയായും ടോമെ, മുഹമ്മദ് സവാദിന്റെ സഹോദരൻ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി ഒരു കാരണം കണ്ടെത്തണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇതിൽ നാട്ടുകാരാണ് ഇത്തരത്തിൽ വലിയ തോതിൽ ആരോപണവുമായി രംഗത്ത് വന്നത്. അതോടൊപ്പം ബന്ധുക്കളും അത്തരത്തിൽ പ്രതികരണം തന്നെ അവർ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ രോഷാകുലരായാണ് ആശുപത്രി പരിസരത്ത് ഇവരൊക്കെ എത്തിയിരുന്നത്. വലിയ തോതിൽ പോലീസ് എത്തി പിന്നീട് ഇവരെ സമാധാനിപ്പിക്കുകയായിരുന്നു. വലിയ തോതിൽ സംഘർഷാവസ്ഥ ഈ ഒരു ആശുപത്രിക്ക് മുൻപിൽ, ജനറൽ ആശുപത്രി, കാസർഗോഡ് ജനറൽ ആശുപത്രിക്ക് മുൻപിൽ മണിക്കൂറുകളോളം വലിയ സംഘർഷാവസ്ഥയായിരുന്നു. കൂടുതൽ
പോലീസ് വന്നാണ് ഈ സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത്. പിന്നീടാണ് മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിട്ടു നൽകില്ല. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി സംഭവത്തിന്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ എന്താണ് ഇതിന് കാരണമെന്ന് പറയണമെന്നായിരുന്നു പ്രധാനപ്പെട്ട ഇവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഏറ്റവും ഒടുവിൽ RDO ഇതിൽ ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നു. കൃത്യമായ അന്വേഷണം ഉണ്ടാവും. ഈ ജോലി സമ്മർദ്ദം തന്നെയാണോ ഇദ്ദേഹത്തിന് ആത്മഹത്യ കാരണം, അതല്ല വ്യക്തിപരമായ എന്തെങ്കിലും കാരണമുണ്ടോ? ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയ വീടൊക്കെ പണിയുന്ന ഒരു സമയമാണ്. അങ്ങനെ ജീവിതത്തിൽ അത്തരത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ നടക്കുന്നതിനിടയിൽ എന്തിനാണ് ഇങ്ങനെ ഈ സവാദ് ജീവനൊടുക്കാൻ കാരണമായത്? അത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ കുമ്പള പോലീസ് വിശദമായ അന്വേഷണം നടത്തി ഇതിൽ ഉത്തരം കണ്ടെത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിനിടയിലാണ് ജില്ലാ കളക്ടർ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവൃത്തി വർക്കുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രശംസിച്ചുകൊണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏറെ സങ്കടകരമായ വാർത്തയാണ് കുടുംബത്തെ സംബന്ധിച്ച്. കാരണം ഒരു ചെറുപ്പക്കാരനാണ്, അധ്യാപകനാണ്, ഒരു കുടുംബത്തിൻ്റെ എല്ലാമായിരുന്ന വ്യക്തിയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ജോലി സമ്മർദ്ദമാണ് BLO സവാദിൻ്റെ ആത്മഹത്യക്ക് കാരണമെന്നാണ് കുടുംബത്തിൻ്റെയും ബന്ധുക്കളുടെയും ആരോപണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.